മരണമേ നിന്റെ ജയം എവിടെ? പാതാളമേ വിഷമുള്ളവിടെ? ഹല്ലേലൂയ. ഇന്നത്തെ നമ്മുടെ കർത്താവിന്റെ ഉയർപ്പ് ദിനം മരണത്തെ നോക്കി ചോദിക്കുന്നു, മരണമേ നിന്റെ ജയം എവിടെ? പാതാളത്തെ നോക്കി ചോദിക്കുന്നു, പാതാളമേ നിന്റെ വിഷമുള്ളവിടെ? ഹല്ലേലൂയ. വെള്ളത്തിന് മുകളിലൂടെ നടന്നവന്, ലാസറിനെ ഉയർപ്പിച്ചവന് ഒരിക്കലും തന്റെ കല്ലറയിലെ കല്ല് ഉരുട്ടി മാറ്റേണ്ട ആവശ്യമില്ലായിരുന്നു. അവൻ കല്ലറയിലെ കല്ല് ഉരുട്ടി മാറ്റി നമുക്ക് വേണ്ടിയായി. ഹല്ലേലൂയ. നമ്മുടെ പാപജീവിതത്തിന്റെ കല്ല് അവർ ഉരുട്ടി മാറ്റി. നമ്മുടെ ആത്മീയ ബന്ധനങ്ങളുടെ കല്ല് ഉരുട്ടി മാറ്റിയ ദിനമാണ് ഈസ്റ്റർ ദിനം. ഹല്ലേലൂയ. പ്രതീക്ഷകൾ തകരുകയും സ്വപ്നങ്ങൾ ഒഴിച്ചു മൂടുകയും ചെയ്ത ദിനമായിരുന്നു വെള്ളിയാഴ്ച. എല്ലാം അസ്തമിച്ചതായി അപ്പോസ്തലന്മാർ കരുതി. ശനിയാഴ്ച സ്വർഗം നിശബ്ദമായിരുന്നു. മനസ്സിൽ ഉയരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാത്ത ദിവസമായിരുന്നു ശനിയാഴ്ച. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു പീഡിപ്പിക്കപ്പെടുകയും ചമ്മട്ടികളാൽ അടിക്കപ്പെടുകയും ചെയ്ത വെള്ളിയാഴ്ചയെക്കാളും അതികഠിനമായിരുന്നു ശനിയാഴ്ചത്തെ വേദനകൾ. അന്ന് അത്ഭുതമില്ല, എങ്ങും വിശ്വാസത്തിന്റെ സംസാരമില്ല. ദൈവവചനം പ്രഘോഷിച്ചിരുന്ന നാവുകൾ അടഞ്ഞുപോയി. ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയാതെ അപ്പോസ്തലന്മാർ കാത്തിരിക്കുകയായിരുന്നു. അവരുടെ വേദന വർദ്ധിച്ചു. ഗെത്സെമനീ തോട്ടത്തിൽ കർത്താവ് യേശുക്രിസ്തു പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ രക്തം വിയർത്തതുപോലെയായിരുന്നു അപ്പോസ്തലന്മാരുടെ അന്നത്തെ വേദന. പ്രിയ സഹോദരന്മാരെ, നാം ഓരോരുത്തരും ജീവിക്കുന്നത് ഇന്നലെ കടന്നുപോയ ആ ശനിയാഴ്ചകളിലാണ്. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ സംസാരിക്കുന്നില്ല. നമ്മുടെ വേദന, നമ്മുടെ വിശ്വാസം ഒരു വേദനയായി മാറിയിരിക്കുന്നു. നമ്മുടെയൊക്കെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം നൽകുന്നില്ല. ശനിയാഴ്ചയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ആ അനുഭവം നമ്മെ പിടികൂടിയിരിക്കുന്നു. എന്നാൽ ഞായറാഴ്ച ഇന്ന് കർത്താവ് ഉയർത്തെഴുന്നേറ്റു. വിജയശ്രീ ലാളിതനായി. മരണത്തെ ജയിച്ചു, പാതാളത്തെ ജയിച്ചു, ഈ ലോകത്തെ ജയിച്ചു. ഹല്ലേലൂയ. മരണം പരാജയപ്പെട്ടു, പാപം തകർന്നു. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനുള്ള പ്രത്യാശ ഇതാ വീണ്ടും ജീവിച്ചിരിക്കുന്നു, വീണ്ടും അവതരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈസ്റ്റർ ദിനം പുതിയൊരു ജീവിതത്തിലേക്കുള്ള ക്ഷണിക്കലാണ്. പാപത്തിൽ മരിച്ചവരായിരുന്ന നാം നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനോട് കൂടെ ഇന്നേ ദിവസം ഉയർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അവരുടെ ഉയർപ്പ് നമ്മുടെ നാശകരമായ ജീവിതത്തിൽ നിന്നും, പാപകരമായ ജീവിതത്തിൽ നിന്നും നമ്മെ ആനന്ദത്തിന്റെ സ്വർഗരാജ്യത്തേക്ക് നമ്മെ ക്ഷണിച്ചിരിക്കുകയാണ്. നമ്മിൽ പുതിയൊരു മനുഷ്യൻ ജനിച്ചിരിക്കുകയാണ്. അതാണ് പ്രിയ സഹോദരീസഹോദരന്മാരെ ഇന്നത്തെ ഈസ്റ്റർ ദിനം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 5:17 പറയുന്നു, ഒരുവൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അവനൊരു പുതിയ സൃഷ്ടിയാകുന്നു. പഴയ മനുഷ്യൻ കടന്നുപോയി, അവന്റെ പാപജീവിതം കടന്നുപോയി. നമ്മുടെ കർത്താവായ ക്രിസ്തു ഈ ഉയർപ്പിന്റെ ദിവസം നമ്മോട് പറയുകയാണ്, നാം പോരാട്ടങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ, നമ്മുടെ ഹൃദയം ശവക്കുഴി പോലെ അടഞ്ഞതായി തോന്നുമ്പോൾ കർത്താവ് യേശുക്രിസ്തു ഈ ഉയർപ്പിന്റെ ദിവസം നമ്മോട് പറയുന്നു, തുറക്കുക. ഹല്ലേലൂയ. തുറന്ന് ലാസർ പുറത്തു വന്നതുപോലെ പുറത്തു വരിക.